വെൽക്കം ടു QA ഫോക്കസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അറീനിയസ് ഇക്വേഷൻ പഠിച്ചു അല്ലേ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അതിനകത്ത് നമ്മൾ അറീനിയസ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് AE⁻EA/RT എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ EA എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജിയാന്ന് പറഞ്ഞു അല്ലേ. ആക്ടിവേഷൻ എനർജി അതായത് റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റായിട്ട് പ്രോഡക്റ്റായിട്ട് മാറുമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സിൻ്റെ എനർജി ഒത്തിരി കൂടുതലായിരിക്കും. ഇത് ഫോം ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന എനർജി ഒത്തിരി കൂടുതലായിരിക്കും. എന്നിട്ട് അത് ഡീകമ്പോസ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണ് നമ്മൾ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതിലാണ് കെമിക്കൽ കൈനറ്റിക്സ് അല്ലേ, +2-നകത്ത് കെമിക്കൽ കൈനറ്റിക്സിനകത്ത്. അപ്പോൾ അതിനകത്ത് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു, ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്നാണ്. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസാണ്. അതായത് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്തൗട്ട് അണ്ടർഗോയിങ് എനി ചേഞ്ച്. ഈ കാറ്റലിസ്റ്റിന് കെമിക്കൽ ചേഞ്ചസ് ഒന്നും തന്നെ നടക്കത്തില്ല, പക്ഷെ അതെന്ത് ചെയ്യും, ഒരു റിയാക്ഷൻ റേറ്റിന് സ്പീഡപ്പ് ചെയ്യും, സ്പീഡ് കൂട്ടിക്കൊടുക്കും. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്തൗട്ട് അണ്ടർഗോയിങ് എനി കെമിക്കൽ ചേഞ്ച്. കാറ്റലിസ്റ്റ് യാതൊരു വിധത്തിലുള്ള കെമിക്കൽ ചേഞ്ച് നടക്കുന്നില്ല, പക്ഷേ റിയാക്ഷൻ റേറ്റിനെ സ്പീഡപ്പ് ചെയ്ത് കൊടുക്കും. ഇനി ഇതെങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി, റിയാക്ഷൻ കോർഡിനേറ്റ്, ലാസ്റ്റ് ക്ലാസ് നമ്മളിത് വരച്ച് പഠിച്ചതായിരുന്നു അല്ലേ. ഓക്കെ, ഇവിടെ റിയാക്റ്റൻസ് റിയാക്ട് ചെയ്തിട്ട് ആദ്യം ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും, അത് കഴിഞ്ഞിട്ട് അത് ഡീകമ്പോസ് ചെയ്ത് പ്രോഡക്റ്റായിട്ട് മാറുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ റിയാക്റ്റൻസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇതായിരുന്നു അല്ലേ, P. ഇതാണ് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ആക്ടിവേറ്റഡ് കോമ്പൗണ്ട് ഇത് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയും എനർജി വേണ്ടി വരും. EA എനർജി നമുക്ക് വേണ്ടി വരും. ഇനി ഇതിനകത്ത് കാറ്റലിസ്റ്റിനെ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ റിയാക്ഷൻ പാത്ത് ഇവിടുന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇതായിരിക്കും പുതിയ റിയാക്ഷൻ പാത്ത് വരുന്നത്. അതായത് നേരത്തെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും എനർജി വേണമായിരുന്നു. കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് ഇത്രയും മാത്രമേ വരുന്നുള്ളൂ. EA വിത്ത് കാറ്റലിസ്റ്റ്. ഇവിടെയാണെങ്കിലോ EA വിത്തൗട്ട് കാറ്റലിസ്റ്റ്. അതായത് കാറ്റലിസ്റ്റ് ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇത്രയും എനർജി വേണം. ഇത്രയും എനർജിയിലുള്ള ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ പ്രോഡക്റ്റ് വരികയുള്ളൂ. കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ടിവേഷൻ എനർജിയുടെ ലെവൽ കുറഞ്ഞിട്ട് ഇത്രയും എനർജി പോയി പിന്നെ തിരിച്ചു വരുന്നതിന് പകരം ഈ ലോവസ്റ്റ് എനർജി തന്നെ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അത് ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. അതായത് ആക്ടിവേഷൻ എനർജിയുടെ ലെവലിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ആര്, കാറ്റലിസ്റ്റ്. ക്ലിയർ ആയോ? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടോണം. അങ്ങനെയാണെങ്കിൽ കാറ്റലിസ്റ്റ് എങ്ങനെയാണ് റിയാക്ഷൻ റേറ്റിനെ സ്പീഡപ്പ് ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ഓൾട്ടർനേറ്റ് റിയാക്ഷൻ പാത്ത് വിത്ത് ലോ ആക്ടിവേഷൻ എനർജി. ലോ ആക്ടിവേഷൻ എനർജി ഉള്ളൊരു പാത്ത് പ്രൊവൈഡ് ചെയ്യും.
അതിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യാനായിട്ട് എനർജി കുറച്ച് മതിയായിരിക്കും. പെട്ടെന്ന് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും, അത് ഡീകമ്പോസ് ചെയ്തിട്ട് പ്രോഡക്റ്റായിട്ട് മാറുകയും ചെയ്യും. ക്ലിയർ ആണോ? ഇനി ഇവിടെ ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നതും കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതുമൊക്കെ നമ്മൾ കൊളീഷൻ തിയറി വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൊളീഷൻ തിയറി വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൊളീഷൻ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റിയാക്റ്റൻസ് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന മോളിക്യൂൾസ് കൊളൈഡ് ചെയ്തിട്ടാണ്, കൊളീഷൻ നടന്നിട്ടാണ് റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. റിയാക്റ്റൻസ് കൊളൈഡ് ചെയ്തിട്ട്, റിയാക്റ്റൻസിൻ്റെ കൊളീഷൻ നടന്നിട്ടാണ്. ഇവിടെ പറയുന്നത് എഫക്റ്റീവ് കൊളീഷൻസ് മാത്രമേ കെമിക്കൽ റിയാക്ഷനിലേക്ക് പോകത്തുള്ളൂ. ഓൺലി എഫക്റ്റീവ് കൊളീഷൻസ് റിസൾട്ട്സ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഇനി എന്താ എഫക്റ്റീവ് കൊളീഷൻ എന്ന് പറയുന്നത്? എഫക്റ്റീവ് കൊളീഷൻ നടക്കണമെങ്കിൽ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിന് ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉണ്ടായിരിക്കണം. കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിന് ഒരു മിനിമം എനർജി ഉണ്ടായിരിക്കണം. ഫോർ എഫക്റ്റീവ് കൊളീഷൻ molecules must possess threshold energy. Threshold energy and have proper orientation. നമ്മളുടെ 2 പോയിന്റാണ് പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് കൊളീഷൻ, ഓൺലി എഫക്റ്റീവ് കൊളീഷൻ റിസൾട്ട്സ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഇനി എഫക്റ്റീവ് കൊളീഷൻ വരണമെങ്കിൽ മോളിക്യൂൾസ് മസ്റ്റ് ഹാവ് പൊസസ് മിനിമം എനർജി ആൻഡ് ഹാവ് പ്രോപ്പർ ഓറിയൻറ്റേഷൻ. കറക്റ്റായിട്ടുള്ള ഓറിയൻറ്റേഷനും അതിന് ഉണ്ടായിരിക്കണം. ഇനി എന്താ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്? ത്രെഷോൾഡ് എനർജി is the minimum energy of colliding molecules to take place chemical reaction. കെമിക്കൽ റിയാക്ഷൻ നടക്കാനായിട്ട് റിയാക്ടിങ് മോളിക്യൂൾസിന് വേണ്ടുന്ന മിനിമം എനർജിക്കാണ് എന്ത് പറയുന്നത്? ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ദ മിനിമം എനർജി ഓഫ് കൊളൈഡിങ് മോളിക്യൂൾസ് ടു ടേക്ക് പ്ലേസ് കെമിക്കൽ റിയാക്ഷൻ. ക്ലിയർ ആയോ? ത്രെഷോൾഡ് എനർജിയൊക്കെ ഒന്ന് പഠിച്ചിട്ടോണം കേട്ടോ. ഇതാണ് കൊളീഷൻ തിയറിക്കകത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട 3 പോയിന്റ്സ്. ഇനി കൊളീഷൻ തിയറി വെച്ചിട്ട് നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ ആർ ഈക്വൽ ടു പി ഇസഡ് ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി, മൈനസ് ഇ എ ബൈ ആർ ടി. ഇതിനകത്ത് ഓരോ ടേംസ് എന്താണെന്ന് നോക്കാം. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു. റേറ്റ് ഓഫ് റിയാക്ഷൻ. പി പ്രോബബിലിറ്റി ഫാക്ടർ. Z collision frequency. Collision frequency. E activation energy, R universal gas constant, T temperature in Kelvin. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ 2 പോയിന്റും നോട്ട് ചെയ്തിട്ടോണം. ഇതിനകത്ത് കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി റിയാക്ഷൻ മിക്സ്ചർ അല്ലെങ്കിൽ റിയാക്റ്റൻസ്. collision per second per volume of reactants. Collision per second per unit volume of reactants. ഇതാണ് collision frequency എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്.
കാറ്റലിസ്റ്റ് എങ്ങനെയാണ് റിയാക്ഷൻ പാത്ത് റെഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ. പിന്നെ ത്രഷോൾഡ് എനർജിയൊക്കെ പഠിച്ചിട്ടോണം. 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഈ ചാപ്റ്ററിൻ്റെ ഫുൾ ചാപ്റ്ററിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. വേണ്ടവരൊക്കെ ഒന്ന് നോക്കി എളുപ്പത്തിന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് ഫുള്ളായിട്ട് മുമ്പോട്ട് പോയിരിക്കുന്നത്. വേണ്ടുന്ന ഷോർട്ട് നോട്ട്സ് എല്ലാം അതിൻ്റെ ഒപ്പം തന്നെ എഴുതിയും പറഞ്ഞും ഒക്കെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഗ്രാഫുകൾ കുറേ ഉണ്ട് ഇതിനകത്ത് പഠിക്കാനായിട്ട്. പ്രോബ്ലംസ് ചോദിക്കും, ഡെറിവേഷൻ വരുന്നുണ്ട്. അത് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസും സാധാരണ ചോദിക്കാറുള്ളതാണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ, സീറോ ഓർഡർ, ഹാഫ് ഓർഡർ, ഹാഫ് ലൈഫ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അറീനിയസ് ഇക്വേഷൻ, അതുപോലെ തന്നെ റേറ്റ് കോൺസ്റ്റൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. ചാപ്റ്റർ ഇപ്പോൾ ഓൺ എക്സാമിങ് അടുത്തെത്തി. ഒട്ടും പഠിക്കാത്തവരാണെങ്കിൽ പോലും പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ.